സുരേഷ് ഗോപിക്കെതിരെ വൻ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികനു നേരെ നടന്ന ഹിന്ദു സംഘടനകളുടെ ആക്രമണത്തിനെതിരെ ശബ്ദിക്കാതെ വായും പൂട്ടി മൗനമായി ഇരിക്കുന്നതിനെതിരെയാണ് സുരേഷ് ഗോപിയുടെ തൃശൂർ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. കേരളത്തിൽ വന്നിരുന്ന വലിയ മതസൗഹാർദ്ദമൊക്കെ പറയും, പള്ളിയിൽ മാതാവിന് പൊൻകുരിശും പൊൻകിരീടവും വാഴക്കുലയും ഒക്കെ സംഭാവന ചെയ്യും, നോമ്പ് തുറപ്പിന് പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിക്കും. സുരേഷ് ഗോപി അങ്ങനെ കേരളം ഒട്ടാകെ നാടക കളരിയാക്കി മാറ്റിക്കൊണ്ട് മുന്നേറുകയാണ്. പക്ഷെ അണിയറയിൽ നടക്കുന്നത് എന്ത് എന്ന് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലാണ് പുറം ലോകം അറിയുന്നത്. അതിലൊന്നാണ് ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ ഉണ്ടായ BJP പ്രവർത്തകരുടെ ആക്രമണത്തിനെതിരെ യാതൊന്നും ശബ്ദിക്കാതെ സുരേഷ് ഗോപി ഇരിക്കുന്നത്. മലയാളിയായ വൈദികനു നേരെയാണ് ഇത്തരത്തിൽ ഹിന്ദു സംഘടനകളുടെ വലിയ ദ്രോഹം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള BJP MP എന്ന നിലയിൽ ഹിന്ദു സംഘടനയോട് ഇത് ചോദ്യം ചെയ്യാൻ സുരേഷ് ഗോപിയുടെ നാവ് എന്തുകൊണ്ട് ചലിക്കുന്നില്ല? ഇല്ലാത്ത കാര്യങ്ങൾക്കും വഖഫ് ബില്ല് പാസ്സാക്കുന്നതിനും എമ്പുരാൻ സിനിമയ്ക്കുമെതിരെയൊക്കെ ഇപ്പോൾ ഘോരഘോരം പ്രസംഗിച്ച, മാധ്യമ പ്രവർത്തകരെ ഇവിടെ കണ്ടുപോകരുത് എന്ന് അലറി വിളിച്ച, ജോൺ ബ്രിട്ടാസിനെ ആക്ഷേപിച്ച സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് മൗനവ്രതം? എല്ലാ ജനവിഭാഗങ്ങളും സുരക്ഷിതരായി ജീവിക്കുന്ന, വ്യത്യസ്ത ആശയങ്ങളും സ്വതന്ത്ര ചിന്തയും നിലനിൽക്കുന്ന ലിബറൽ സമൂഹം എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിത്യപ്രകാശം. മറ്റൊരാളുടെ മതത്തെ അറിയാനും അംഗീകരിക്കാനും ആദരിക്കാനും സാധിക്കുന്ന ക്രിയാത്മക നിലപാടാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കാതൽ. സഹജീവിയുടെ മതത്തെ ആദരിക്കാനായാൽ മാത്രമേ സമുദായ സൗഹൃദം കാത്തുസൂക്ഷിക്കുക എന്ന പൗരധർമ്മം നിർവഹിക്കാനാവൂ. ഈ കാഴ്ചപ്പാടിനെ ഏതു സാഹചര്യത്തിലും മങ്ങലേറ്റുകൂടാ. അതുകൊണ്ട് തന്നെയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നത്. ജബൽപൂരിലെ വിവിധ പള്ളികളിലേക്ക് തീർത്ഥാടനത്തിന് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 52 അംഗ സംഘത്തെ തടഞ്ഞു വെച്ചതറിഞ്ഞ് സഹായത്തിനെത്തിയ വൈദിക സംഘമാണ് തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ടത്. ബജ്രംഗ് ദൾ സംഘപരിവാർ പ്രവർത്തകർ ഇവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് പരാതി. ഇതേ ചൊല്ലി പാർലമെന്റിൽ വരെ പ്രതിഷേധം ഉയർന്നിട്ടും പോലീസ് കേസെടുത്തതു തന്നെ വളരെ വൈകിയാണ്. അറസ്റ്റ് പോലും ബോധപൂർവം വൈകിപ്പിച്ചു. സമാന സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആവർത്തിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഉചിതവും നീതിയുക്തവുമായ അടിയന്തര നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ്. നാം അഭിമാനപൂർവ്വം കാത്തു സൂക്ഷിക്കുന്ന മതനിരപേക്ഷതയ്ക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ സംരക്ഷണത്തിനും ആവർത്തിച്ചു മുറിവേൽക്കുന്നത് അത്യന്തം ആശങ്കാജനകമാണ്. ജബൽപൂരിൽ ക്രൈസ്തവർക്കു നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇടപെടാനും അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. തീർത്ഥാടനം നടത്തുകയായിരുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന ആദിവാസികളുടെ സംഘത്തെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും അവരെ സഹായിക്കാനെത്തിയ മലയാളികളായ വൈദികരെ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മർദ്ദിച്ചതും അത്യന്തം ഹീനമാണെന്ന് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ജബൽപൂരിൽ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുക വരെ ഉണ്ടായി. ഇത്രയും പ്രക്ഷോഭങ്ങൾ രാജ്യത്തിലുടനീളം ഈ കാണിച്ചു കൂട്ടുന്ന കിരാത നടപടിക്കെതിരെ നടന്നിട്ടും സുരേഷ് ഗോപി ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് തികച്ചും മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്.